നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന മേഖല വിദ്യാഭ്യാസ മേഖലയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. തൃത്താലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി 49 കോടി രൂപ വിനിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു. ക്രെഡിറ്റ് സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ നല്ല നിലയിൽ മക്കൾ ജീവിക്കണം എന്നതാണ്. ആകെ 1-2 കുട്ടികളാണ് വീട്ടിലുണ്ടാവുക. അവരിലായിരിക്കും അച്ഛനമ്മമാരുടെ പ്രതീക്ഷ അത്രയും. അവർ നന്നായിട്ട് വേണം ഞങ്ങൾക്ക് കൂടി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അപ്പോഴെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കാൻ എന്ന് കരുതുന്ന അച്ഛനമ്മമാർ എത്രയോ പേരുണ്ട്. അവർക്ക് കഴിയാവുന്ന എല്ലാം മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും ഒരു സമൂഹവും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല. ഗവൺമെന്റിന്റെ കാര്യമെടുത്താലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ്, പൊതുമുതൽ മുടക്ക് നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ മറ്റെവിടെയും ഉണ്ടാവില്ല. ഇനി ഓരോ വ്യക്തിയുടെ കാര്യമെടുത്താലും മക്കളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് രക്ഷിതാക്കൾ. എന്താ കാരണം? അവരാഗ്രഹിക്കുന്നത് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം, അതിലൂടെ മെച്ചപ്പെട്ടൊരു ജീവിതം, ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം അവർക്ക് സാധ്യമാകും. കേരളത്തിലെ മറ്റൊരു നിയോജക മണ്ഡലത്തിലും നടപ്പാക്കാത്ത, ഇന്ത്യയിലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത പദ്ധതിയാണ് തൃത്താലയിൽ നടപ്പാക്കി വരുന്ന പ്രെഡിക്റ്റ് ജനകീയ സ്കോളർഷിപ്പ് പദ്ധതി. അക്കാലത്ത് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവർ, രക്ഷിതാക്കൾ ഉപേക്ഷിച്ചുപോയ ബ്രോക്കൺ ഫാമിലികൾ, സ്ഥിര രോഗികളായ കുട്ടികൾ, മാരക രോഗം ബാധിച്ച രക്ഷിതാക്കൾ, പരിമിത ജീവിത സാഹചര്യങ്ങളുള്ളവർ എന്നിങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന കുടുംബങ്ങൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 20 സൂചകങ്ങൾ വെച്ച് വീട് സന്ദർശിച്ച് സർവേ നടത്തിയാണ് ഉപഭോക്താക്കളെ കണ്ടെത്തുക. ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമൂഹിക അവസ്ഥ മാത്രം പരിഗണിച്ച് നൽകുന്ന സ്കോളർഷിപ്പാണിത്. തൃത്താലയിൽ ഇതിനകം തന്നെ 100 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകി. 24 ലക്ഷം രൂപയാണ് ഇതുവഴി കുട്ടികൾക്ക് ലഭ്യമായത്. തുടർ പഠനത്തിനായി കുട്ടികൾ ഈ പണം വിനിയോഗിച്ചു. തൃത്താലയിൽ ITI യാഥാർത്ഥ്യമാക്കാനും എൻലൈറ്റ് പദ്ധതി വഴി ദിശ എക്സ്പോ സംഘടിപ്പിക്കാനും കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ കെ രാമചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. മുൻ MLA മാരായ VK ചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, ഷറഫുദ്ദീൻ കളത്തിൽ, VR ബാലചന്ദ്രൻ, സുഹറ, ഷാനിബ ടീച്ചർ, പ്രിയ എന്നിങ്ങനെ ജനപ്രതിനിധികളും AEO പ്രസാദ്, BPC ദേവരാജ്, ഗംഗാധരൻ മാഷ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പാതയിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം. പട്ടാമ്പി കുളപ്പുള്ളി IPT പാത നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 82 കോടി രൂപ ചെലവഴിച്ചാണ് പാത നവീകരണം. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാത നവീകരണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ മെറ്റലിംഗ് പൂർത്തിയാക്കിയ സൗദി സ്റ്റീൽ മുതൽ മഞ്ഞുളിങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ആദ്യഘട്ട BM ടാറിംഗ് പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. ജനുവരി 2-ന് പുലർച്ചെ 1 മണി മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ജനുവരി 4-ന് രാവിലെ 7 മണി വരെയാണ് പ്രവൃത്തികൾ നടത്തുക. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ടാറിംഗ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ്. പാലക്കാട് ഭാഗത്തും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി, ചെറുതുരുത്തി, കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണ്. നേരത്തെ പല ഭാഗങ്ങളിലും ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായാൽ മഞ്ഞുളിങ്ങൽ പാടഭാഗത്തെ പ്രവൃത്തികളും വാടനാംകുറിശ്ശിയിലെ പാടം ഭാഗത്തെ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് പാഞ്ഞാൾ പഞ്ചായത്ത് അംഗത്തിന്റെ വീട് തകർന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡംഗം ലതാ ഭാസ്കരന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നത്. വയോധികയായ മാതാവ് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിൽ വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന തെങ്ങ് കടപുഴകി ഓടിട്ട വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ മാതാവ് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലതയും ഭാസ്കരനും മക്കളും പുറത്തുപോയിരിക്കുകയായിരുന്നു. അധികൃതർ എത്തി സ്ഥലം സന്ദർശിച്ചു.
സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ലോട്ടറി വിൽപ്പനക്കാരൻ റോഡരികിലേക്ക് വീണു മരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര സ്വദേശി 70 വയസ്സുള്ള ബാലകൃഷ്ണനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:15 കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് സമീപമായിരുന്നു അപകടം. നിരവധി വർഷങ്ങളായി കൂറ്റനാട് ഭാഗത്ത് സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തിവരികയായിരുന്നു ബാലകൃഷ്ണൻ. ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് കടവല്ലൂർ ഭാഗത്തെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സൈക്കിൾ മറിയാൻ പോയതോടെ പുറകെ വരികയായിരുന്ന ലോറിയിൽ ബാലകൃഷ്ണൻ പിടിക്കാൻ ശ്രമിച്ചതായുള്ള സൂചനകളുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വെള്ളിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വല്ലപ്പുഴ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകളുടെ വിതരണം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് ഫലവൃക്ഷ തൈകളുടെ വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 1 കോടി ഫലവൃക്ഷ തൈകൾ എന്ന് പറയുന്ന നമ്മുടെ പദ്ധതിയെ കുറിച്ചൊക്കെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചു. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ പോഷകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നെ വലിയ രീതിയിലല്ലാതെ ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ ഒരു വിതരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലഭിക്കുന്ന ഏത് തൈകളും നല്ല രീതിയിൽ കൊണ്ടുപോയി അത് ശുശ്രൂഷിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിളവെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പെട്ടെന്ന് തന്നെ ആവട്ടെ. പുതിയൊരു വർഷം നമ്മൾ തുടങ്ങുകയാണ്. ഈ വർഷം ഒരു പുതിയ നല്ലൊരു തുടക്കമായി ഒരു തൈ വെച്ചിട്ട് തന്നെ തുടങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. കൂടുതലൊന്നും പറയണില്ല. കൃഷിഭവനിൽ 1 കോടി ഫലവൃക്ഷ തൈകളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ വാഴ, ഗ്രാഫ്റ്റ് മാവിൻ തൈ, പേരത്തൈ, റെഡ് ലേഡി പപ്പായ തൈകൾ എന്നിവ വിതരണം ചെയ്തത്. പോഷക സമൃദ്ധമായ വിവിധ ഫലവൃക്ഷങ്ങൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുക വഴി ഗുണമേന്മയുള്ള പഴങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി സെക്രട്ടറിമാർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൃഷി ഓഫീസർ ദീപ, അസിസ്റ്റന്റുമാരായ കൃഷ്ണകുമാർ, ദീപ്തി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിൽപീടിക മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. GCC ക്ലബ് ഹൌസിൽ നടന്ന സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി. രക്ഷാധികാരി ബാബു നാസർ, പഞ്ചായത്ത് അംഗം ആനി വിനു, പഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ PV രജീഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി അക്ബർ ഫൈസൽ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, ട്രഷറർ ജിജു ജേക്കബ്, ടൂർണമെന്റ് കോർഡിനേറ്റർ ശ്രീരാഗ് അമ്പാടി എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. 2025 ഫെബ്രുവരി 1 മുതൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.